49 വർഷമായി ഞാൻ ഈ വെടിക്കെട്ട് തൊഴിലിൽ ഞാൻ സ്ഥിരമായിട്ട് പോകും. തീർത്താണ് ഇവരെന്നൊക്കെ ഇനി ഓർത്തിട്ട് ഞാൻ പണിയാൻ പറ്റില്ല. ഇന്നലെ നമുക്കൊപ്പം ലിഷോയ്ക്കൊപ്പം ആടിപ്പാടിയ വിഷ്ണുചേട്ടനാണ്. വിഷ്ണുചേട്ടൻ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എന്തായാലും ചെറിയ പൊള്ളലുണ്ടല്ലേ വിഷ്ണുചേട്ടാ? പിന്നെ ചെവിക്കാണ് പ്രധാനപ്പെട്ട വിഷയം. അത്രയും ശബ്ദത്തോടെ സ്ഫോടനം നടന്നത് ഒന്നും കേൾക്കുന്നില്ല. ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉച്ചയാകുമ്പോൾ എല്ലാവരും കൂടി ഇന്ന് വർത്തനൊക്കെ പറഞ്ഞ് ഊണ് കഴിച്ച് ഓരോ മേഖലയ്ക്ക് ഓരോരുത്തർ തിരിഞ്ഞു. അപ്പോൾ എനിക്ക് അന്ന് കൂടുതൽ തിരി മുക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് 2:30 കഴിഞ്ഞപ്പോൾ സതീശ് എന്നോട് വിളിച്ചു. ഇന്ന് സാമ്പിളിന് ഉള്ള ഒരുക്കം ചെയ്തിട്ട് ഇന്ന് കയറ്റണം വൈകുന്നേരം. അപ്പോൾ ഞാനും സതീശനും 2-3 പേര് കൂടിയിട്ട് ആ കയറി വരുന്ന സ്ഥലത്ത് കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക, കുമ്പങ്ങൾ ചാക്കിലാക്കി. ഞാൻ പറഞ്ഞു തിരി ഒന്ന് മറിച്ചിടണം, ഉണക്കക്കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വെഞ്ചട്ടം പൊക്കോളൂ. 49 വർഷമായി ഞാൻ ഈ വെടിക്കെട്ട് തൊഴിലിൽ ഞാൻ സ്ഥിരമായിട്ട് പോകും. തീർത്താണ് ഇവരെന്നൊക്കെ ഇനി ഓർത്തിട്ട് ഞാൻ പണിയാൻ പറ്റില്ല. അതിൻ്റെ സമ്പാദ്യം വേണ്ട. പക്ഷെ ഒരിക്കൽ ഞാൻ മരുന്ന് കയ്യിലാക്കും. അന്ത്യവിശ്രമങ്ങളിൽ നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ ഞാൻ രാത്രി കത്തിച്ച് സമാധാനം നിർത്തും. അതിൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്ലറയിൽ പോയിട്ട് മതി. എൻ്റെ കുട്ടികൾ പറഞ്ഞു മതിയെ പപ്പയെന്ന്. 49 കൊല്ലം എൻ്റെ ദൈവനെ കാത്തു മതി, അത്ര മതി. പക്ഷെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് അത്ര മതി എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അവരെ മറക്കാൻ പറ്റും.